ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബീഡ് വർക്കാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തേക്കുന്നത് ഗോൾഡൻ കളറുള്ള റൗണ്ട് ബീഡും അതുപോലെ ആൻറ്റി ഗോൾഡ് കട്ട് ബീഡുമാണ്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് ഒരു പാർട്ടി വെയർ പോലെ ചെയ്യുന്ന ഡിസൈനാണ്. ഞാനിവിടെ നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഷോൾഡറിൻ്റെ ഇവിടുന്ന് താഴേക്കൊരു 14 ഇഞ്ചസും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഓരോ ഇഞ്ച് വെച്ചിട്ടൊന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അതൊന്ന് സ്ട്രെയിറ്റ് ലൈൻ ആക്കുവാണ്. അപ്പോൾ നമ്മൾ ആ 14 ഇഞ്ചസ് വരുന്ന പോലെ തന്നെ ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുവാണ്. ഇനി ബീഡ് വർക്ക് ചെയ്യാനായിട്ട് ഞാൻ നീഡിൽ ഇവിടുന്ന് എടുക്കുവാണ്. എന്നിട്ട് നമുക്കതിലേക്കൊരു 2 കട്ട് ബീഡ് ഒന്നിച്ച് ഞാൻ എടുക്കുവാണ് കേട്ടോ. എന്നിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ നമ്മൾ ആ ഒരു ലൈനിലൂടെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നീഡിൽ നമ്പർ 12 വെച്ചിട്ടാണ് നമ്മൾ ബീഡ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നീഡിൽ നമ്മൾ ഇവിടുന്ന് എടുക്കുവാണ്. എന്നിട്ട് അതിലേക്ക് ഒരു 2 കട്ട് ബീഡും ഒരു ഗോൾഡൻ റൗണ്ട് ബീഡും കൂടെ ഒന്നിച്ചെടുക്കുവാണ്. ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചെരിച്ച് ഈ ഒരു സൈഡിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുവാണ്. ഇതേപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും സ്റ്റിച്ച് ചെയ്യണം. അടുത്ത ബ്രാഞ്ച് നമ്മൾ ചെയ്യുമ്പോൾ 2 ബീഡ് വിട്ടിട്ട് വേണം അടുത്ത 2 ബ്രാഞ്ച് ചെയ്യാനായിട്ട്. അങ്ങനെ 2 ബീഡിൻ്റെ ഒരു ഡിസ്റ്റൻസിലായിരിക്കും കേട്ടോ ഈ ഒരു ബ്രാഞ്ച് വരിക. ഈ ബീഡ്സിൻ്റെ ഡയറക്ഷൻ നമ്മളിപ്പോൾ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത റോയിൽ വരുമ്പോൾ അത് താഴേക്ക് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വേണം ഓരോ ലൈൻസിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഈ ഡിസൈൻ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.